അധികം സീ ഫുഡ് ഐറ്റംസ് ഒക്കെ നിരത്തി വെച്ചേക്കുന്നത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ എവിടെയാണ് വന്നിട്ടുള്ളതെന്ന്. നമ്മുടെ കുട്ടനാട്ടിൽ ഫേമസ് ഷാപ്പായിട്ടുള്ള ആറ്റുമുഖ ഷാപ്പിലാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. മീൻകറിയിൽ തന്നെ മുളകിട്ടത്, തേങ്ങ അരച്ചത് എന്നിങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ടായിരുന്നേ. 200-ലധികം സീ ഫുഡ് ഐറ്റംസും അത് മാത്രമല്ല ചിക്കൻ, ബീഫ്, മുയൽ, താറാവ്, പോർക്ക്, അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള നീരാളി ഫ്രൈയും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. മറ്റ് ഷാപ്പുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ലൈവായിട്ട് കണ്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് അധികം വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് കണ്ടാലോ. അപ്പൊ ഇവനാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ താരം, നീരാളി ഫ്രൈ. പിന്നെ കുട്ടനാട്ടിലെ മാസ്റ്റർ പീസ് ഐറ്റം താറാവ് കുറുമ, ചെമ്മീൻ റോസ്റ്റ്, കക്ക ഫ്രൈ, നല്ല നാടൻ ബീഫ് വരട്ടിയത്, മുയൽ ഫ്രൈ. ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പാൽക്കപ്പയും ചൂട് കല്ലപ്പവും, ദൈക്കാണെന്ന കപ്പ വേവിച്ചതും, അതിന്റെ കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ നെയ്മീൻ തലക്കറിയാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ നല്ല ചൂട് കല്ലപ്പം നമ്മുടെ താറാവ് കുറുമയായിട്ടാണ് കേട്ടോ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നത്. സംഭവം സെറ്റ് ആയിരുന്നു ഗീസ്, ഒരു അടിപൊളി ഐറ്റം. പിന്നെ അവിടുത്തെ സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ള നീരാളി ഫ്രൈ ആണ് കേട്ടോ. കൂടെ വന്നവരാരും ഉപ്പ് പോലും നോക്കിയില്ല. പക്ഷെ ഇതുപോലത്തെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിന്റെ ടേസ്റ്റ് അറിയാനുള്ള ക്യൂരിയോസിറ്റി ആണ്. പിന്നെ നെക്സ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല തേങ്ങാപ്പാലിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നല്ല പാൽക്കപ്പയും അതുപോലെ തന്നെ ചെമ്മീൻ റോസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് രണ്ടും എന്റെ ഫേവറേറ്റ് ആണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഫിംഗർ ലിക്കിംഗ് ഗുഡ് എന്നൊക്കെ പറയാം, എനിക്കൊന്നും പറയാനില്ല, അത്ര നല്ലായിരുന്നു കേട്ടോ. അതിനുശേഷം അവിടുത്തെ അനദർ സ്പെഷ്യൽ ആയിട്ടുള്ള മുയൽ ഫ്രൈ ആണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. മീറ്റ് കുറച്ച് നല്ല ഹാർഡായിരുന്നു ഗീസ്, അതുകൊണ്ട് കടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല പാടുപെട്ടു കേട്ടോ. പിന്നെ കുട്ടനാട് വന്നിട്ട് കക്ക റോസ്റ്റ് കഴിക്കാതെ പോകുന്നത് മോശമല്ലേ, അതുകൊണ്ട് നമ്മൾ ഒരു പ്ലേറ്റ് കക്ക റോസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രതീക്ഷയില്ലാതെ വാങ്ങിയതാണ്, പക്ഷെ ഇവനൊരു 1.5 മുതലായിരുന്നു കേട്ടോ. അപ്പൊ നോട്ട് ദ പോയിന്റ്. ഫ്രണ്ട്സ് ആയിട്ടായാലും ഫാമിലി ആയിട്ടായാലും ഷാപ്പ് ഫുഡൊക്കെ കഴിച്ച് വീക്കെൻഡ് ഒക്കെ അടിപൊളിയാക്കാൻ പറ്റിയ സ്പോട്ടാണ്. നേരെ വിട്ടോളൂ കേട്ടോ.